സന്തോഷമായിട്ടിരിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് കാര്യം പറയുകയാണ്. സാധാരണ നമ്മൾ 15 മിനിറ്റൊക്കെ 20 മിനിറ്റൊക്കെ ആയിരിക്കും വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് വീഡിയോ കുറച്ച് കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങളുടെ സംസാരത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ ഈ വീഡിയോ കാണണം. തീർച്ചയായും ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നൊരു വീഡിയോ ആണ്. ഒരാളെയും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, എൻ്റെ കൂടെയുള്ളത് അഞ്ജലിയാണ്. അഞ്ജലി ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. അഞ്ജലിയുടെ ജീവിത വിശേഷങ്ങളും അഞ്ജലിയുടെ ദൈവം നടത്തിയ വഴികളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതികളും എല്ലാം അഞ്ജലി നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ അഞ്ജലി ഒന്ന് പരിചയപ്പെടുത്താവോ? ഉറപ്പായിട്ടും. എൻ്റെ പേര് അഞ്ജലി എന്നാണ്. എൻ്റെ സ്ഥലം നെയ്യാറ്റിങ്കര തിരുവനന്തപുരത്ത്. പിന്നെ ഞാൻ MSc കെമിസ്ട്രി കഴിഞ്ഞിട്ട് ഇങ്ങനെ നെറ്റ് എക്സാമിൻ്റെ പ്രിപ്പയറിങ് ആയിരുന്നു വെച്ചാൽ, എന്നിട്ട് പാരലലി ഓഫ്ലൈൻ ട്യൂഷൻസ് എടുക്കുന്നുണ്ട് കെമിസ്ട്രി. എന്നിട്ട് ശരിക്കും ഇപ്പം ഞാനിവിടെ എറണാകുളത്തൊരു സോളാറിൻ്റെ ഒരു കമ്പനിയിൽ ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. പിന്നെ അല്ലാണ്ട് തന്നെ ഓൺലൈൻ കെമിസ്ട്രി ട്യൂട്ടറിങ് ആണ് ചെയ്യുന്നത്. അതൊക്കെയാണ് വിശേഷം. അഞ്ജലി ഇത്ര നേരം സംസാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ലോങ് ആകുമെന്ന്. സാധാരണ ഇങ്ങനെ ഒരു സ്റ്റാമറിങ് പ്രശ്നമുള്ളവർ ഒരിക്കലും പബ്ലിക്കായിട്ട് വന്ന് ഇങ്ങനെ സംസാരിക്കുകയില്ല, കാരണം അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അഞ്ജലി ഞാൻ അഞ്ജലി പറഞ്ഞു വെച്ചാൽ ഞാൻ ഓപ്പണായിട്ട് സംസാരിച്ചോളാം. എനിക്കങ്ങനെ സ്റ്റാമറിങ് ഒരു എനിക്കൊരു പ്രശ്നമല്ല. കാരണം ഈശോയെ പ്രഘോഷിക്കാൻ വേണ്ടിയുള്ളതാണ്. എനിക്ക് ദൈവം നൽകിയ സ്റ്റാമറിങ് ആണ്. നമ്മളിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഫ്ലോ ആയിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ അഞ്ജലി സംസാരിക്കുക അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ കേൾക്കണം. കാരണം അഞ്ജലി ദൈവത്തെ മഹത്വപ്പെടുന്ന ഈ സ്റ്റാമറിങ്ങിലൂടെയാണ്, സംസാരത്തിലൂടെയല്ല. ദൈവം നൽകിയതിനെ ഏറ്റവും പൂർണ്ണമായിട്ട് സ്വീകരിച്ച് അത് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ക്ഷമയോടെ കാണുക. അപ്പോൾ അഞ്ജലി എങ്ങനെയാണ് തൻ്റെ ഈ സ്റ്റാമറിങ്ങിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്, പ്രതിസന്ധികളിൽ ഇങ്ങനെ തളരാതെ മുന്നോട്ട് പോകുന്നു എന്ന് വലിയൊരു പാഠം അഞ്ജലി നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ അഞ്ജലി നമ്മൾ സംസാരം ആരംഭിക്കുന്നു. ഇങ്ങനെ ഒരു സ്റ്റാമറിങ് ഉണ്ട് എന്നറിഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ അറിയാം നമുക്കൊരു ഭയങ്കരമായിട്ട് ഇൻസെക്യൂരിറ്റിയും മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടും ആങ്സൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകില്ലേ. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും കളിയാക്കലുകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള കടന്നുപോയ ഇങ്ങനെ ഒരു സ്റ്റാമർ, ഇപ്പോൾ ദൈവം നൽകിയ സ്റ്റാമറിങ് നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് ഇങ്ങനെ നടന്നുപോയ വേദനകളുടെയും സമയത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഇങ്ങനൊരു ശരിക്കും എനിക്ക് ഈ ഒരു സ്റ്റാമറിങ് എന്ന് പറയുന്നത് പാരമ്പര്യമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയുടെ അമ്മയുടെ ഒപ്പയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കൊച്ചിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നെയും കൊണ്ട് എൻ്റെ പപ്പ ഒരു ഹോസ്പിറ്റലിലൊക്കെ എന്നെ കൊണ്ടുപോയി. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞത് ശരിക്കും പാരമ്പര്യം ആയതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ അങ്ങനെ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. സോ അതുകൊണ്ട് ഇത് ഗ്രാജുവലി പ്രാക്ടീസിലൂടെ മാറും എന്നൊക്കെയാണ് ആക്ച്വലി ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഈ ഒരു സ്റ്റാമറിങ്. കാരണം ഇപ്പം നമ്മളിപ്പം പുതിയ സ്കൂളിലൊക്കെ ജോയിൻ ചെയ്യുമ്പോഴത്തേനും സ്കൂളിലെ ഫസ്റ്റ് ഡേ ഒക്കെ അറിയാമല്ലോ, ഈ ഇൻട്രൊഡക്ഷൻ ഭയങ്കര സീനാണ്. കാരണം എൻ്റെ പേര് പോലും പറയുമ്പോൾ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഞാൻ ഇങ്ങനെ പറയും അഞ്ജലി എന്ന് പറയും. പക്ഷെ ആ സമയത്തൊക്കെ ഭയങ്കര ഇതായിരുന്നു, വിക്കായിരുന്നു. അപ്പം ഇപ്പം നമ്മൾ ക്ലാസ്സിലൊക്കെ ഈ എന്താ പറയുക, ഇപ്പോൾ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ടീച്ചറൊക്കെ പഠിക്കാൻ പറഞ്ഞിട്ട് ബാക്കി എല്ലാവരോടും ചോദിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ എൻ്റെ അടുത്ത് ആകുമ്പോൾ സ്കിപ്പ് ചെയ്യും. കാരണം ഇല്ല, കാരണം അതേ പറയും ഇരുന്നോട്ടോ എന്ന് പറയും. അപ്പോൾ എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഇങ്ങനെ എന്നെ മാത്രം ഇങ്ങനെ സ്കിപ്പ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ ശരിക്കും കൊച്ചിലൊക്കെ ഞാൻ പള്ളിയിലൊക്കെ ഇങ്ങനെ പോവും. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്ന പറഞ്ഞാൽ ഈശോ ഉറപ്പായിട്ടും ഇല്ലായിരിക്കും. കാരണം ഈശോ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു സങ്കടം കാണുമായിരുന്നു. അപ്പം ഫുള്ളി ഒരു വിഷമാണെന്ന് പറഞ്ഞ ഒരു ഹാപ്പിനെസ് ഒന്നും ഇല്ല. പിന്നെ ശരിക്കും പിന്നെന്താ ഈ ആൾക്കാരോടൊക്കെ ആക്ച്വലി സംസാരിക്കാനൊന്നും ഒട്ടും ഞാൻ ആക്ച്വലി സംസാരിക്കില്ല. എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര കാരണം ഞാൻ സംസാരിക്കുന്നവരെല്ലാം സ്മൂത്ത്ലി സംസാരിക്കുകയാണ്. ഞാൻ മാത്രം ഇങ്ങനെ ഭയങ്കര സ്റ്റക്ക് ചെയ്ത് ഇങ്ങനെ വിൽക്കുവാണ്. അപ്പം അങ്ങനെ ഭയങ്കര പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ വിഷമങ്ങളൊക്കെ അതെ ഉറപ്പായിട്ടും അങ്ങനെ സഹനങ്ങളിലൂടെ കടന്നു പോയിട്ട്
പിന്നെ അഞ്ജലി എങ്ങനെയാണ് അപ്പൊ അന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു, പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഇപ്പൊ വീഡിയോയുടെ മുന്നിൽ ഒന്ന് പറയാം അച്ഛാ ഞാൻ എന്റെ സ്റ്റാമർ ചെയ്തുകൊണ്ട് ഞാൻ പറയാം, അങ്ങനെ രീതിയിൽ മാറിയത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെ 10ാം ക്ലാസ്സിലെ ഒരു പരിപാടിക്ക് പോയിട്ട് അപ്പം എനിക്ക് പാട്ട് പാടാന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് പാട്ട് അപ്പം അങ്ങനെ ഈ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഞാൻ അവിടെ കണ്ടതായിരുന്നു അവിടുത്തെ മ്യൂസിക് മിനിസ്ട്രി എന്ന് പറയുമ്പോൾ ഗിത്താർ, കീബോർഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ശരിക്കും അവർ പാട്ട് 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 പാടുന്ന സമയത്ത് ശരിക്കും ഞാൻ ഇതുവരെ ഒരു പാട്ട് കേൾക്കുമ്പോഴും എനിക്ക് കിട്ടാത്ത എന്തോ ഒരു സംതിങ് സ്പെഷ്യൽ ഫീല് അവർ ആ പാട്ട് പാടുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടായി. അങ്ങനെ ആദ്യമായിട്ട് ആ ഒരു പ്രോഗ്രാമിൻ്റെ പിന്നെ ആ ഒരു കോളേജിലെ ചാപ്പലിൽ പോയിട്ട് പറഞ്ഞു, ഈശോയെ ശരിക്കും നീ ജീവനോടെ ഉണ്ടോ അപ്പേ, ശരിക്കും നീ എന്നെ കാണുന്നുണ്ടോ, അങ്ങനെ നീ എന്നെ കാണുന്നുണ്ടല്ലോ അപ്പേ ഒരൊറ്റ പാട്ട് ഈശോയെ, ഒരൊറ്റ പാട്ട് എനിക്ക് ഒറ്റയ്ക്ക് എനിക്ക് മയക്ക് പിടിച്ചൊന്നും പാടണ്ട, എനിക്ക് അവരോട് ഒപ്പം നിന്ന് എനിക്ക് ഒറ്റ പാട്ട് എനിക്ക് പാടാനായിട്ട് എന്താണ് പിന്നെ പിന്നെ പാടാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈശോനോട് ഇങ്ങനെ ചോദിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് നമ്മുടെ സോണിലെ പിന്നെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഓരോ കുട്ടി കുട്ടി പ്രോഗ്രാമിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ അങ്ങനെ പതുക്കെ പതുക്കെ പാട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ കോളേജിൽ പോകുന്നു, ഫ്രൈഡേ ഈവനിങ് ബാഗ് പാക്ക് ചെയ്യുന്നു, ഏതെങ്കിലും പ്രോഗ്രാമിന് പാടാൻ പോകുന്നു, ഫുള്ളി പാട്ട് 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 പാട്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും ഞാനൊന്ന് ഈശോനോട് ഇങ്ങനെ ഒക്കെ ഒന്ന് സ്റ്റക്ക് ചെയ്തിട്ട് ചോദിച്ചു, ഈശോയെ ശരിക്കും പാട്ട് പാടുക എന്നുള്ളത് എൻ്റെ ഇഷ്ടമായിരുന്നല്ലോ, പക്ഷെ അപ്പം എന്താ നീ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാമറിങ് എനിക്ക് തന്ന് നീ എന്നെ ഭൂമിയിലേക്ക് വിട്ടതിന് എന്തെങ്കിലും പേർപ്പസ് ഉണ്ടോ? അങ്ങനെ ഞാൻ ഈശോനോട് ചോദിച്ചിട്ട് യൂസ്മിലോട് പറയാൻ തുടങ്ങി. എപ്പോഴും കഴിക്കുമ്പോഴും പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴും എപ്പോഴൊക്കെ ഞാൻ ഓർക്കുമോ അപ്പം ഞാൻ പറയും യൂസ്മിലോട്, എന്നെ അങ്ങ് ഉപയോഗിക്കുക. അങ്ങനെ ഞാൻ പതുക്കെ ഈ പിന്നെ ഓരോ പ്രോഗ്രാമിനൊപ്പം ഞാൻ പാട്ട് പാടുന്നുണ്ട്, ഓക്കെ ഫൈൻ, പക്ഷേ അതിനേക്കാൾ ഉപരി ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴത്തേനും സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും, സ്റ്റാമർ ചെയ്യും. അപ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പിള്ളേർ ചോദിക്കും, ചേച്ചി ഇങ്ങനെ സംസാരിക്കുമ്പോൾ വിൽക്കുന്നുണ്ടായിരുന്നല്ലോ, പക്ഷെ ചേച്ചി ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ഫുൾ ഹാപ്പിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എങ്ങനെയാ? അപ്പോഴിങ്ങനെ ഞാൻ പറയും, മോളെ ശരിക്കും ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ഞാനും മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു സ്റ്റാമറിങ് എനിക്ക് ഈശോപ്പ തന്നെ ഭൂമിയിലേക്ക് വിട്ടത് എന്തിനാന്ന് ചോദിച്ചാൽ ഈശോൻ്റെ ഒരു ഉപകരണമായിട്ട് ഇങ്ങനെ നടക്കുക, സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആരും കാണല്ലേ എന്ന് പറഞ്ഞ് ഒളിപ്പിച്ച് വെച്ച ഈ ഒരു സ്റ്റാമറിങ്ങിന് ഈ ഒരു ബലഹീനതയെ തന്നെ ഈശോ എടുത്ത് ഇങ്ങനെ വയ്ക്കുക. അത് ഭയങ്കര അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ശരിക്കും ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ സ്റ്റാമറിങ്ങോടുകൂടെ സംസാരിക്കുമ്പോൾ പല ആൾക്കാരും നോട്ടീസ് ചെയ്യും. അപ്പം ഞാൻ സംസാരിക്കുന്ന എന്തായി ഈശോയെ പറ്റിയ. അപ്പൊ അവിടെ ശരിക്കും ഇങ്ങനെ ഞാൻ അറിയാതെ ഇങ്ങനെ ഈശോനെ ബ്യൂട്ടിഫുള്ളി ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഈശോനെ ഭയങ്കര. ശരിക്കും ഞാൻ ഈശോനെ സ്നേഹിക്കുന്നതുപോലെ ഞാൻ ഈ ലോകത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്നെ അത്രത്തോളം എന്നെ മീൻസ് ഇപ്പം ഞാൻ എൻ്റെ ടെസ്റ്റ് മണി പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ ഈ പല സ്ഥലത്ത് ഇങ്ങനെ ടെസ്റ്റ് മണി പറയുമ്പോഴത്തേന് പിള്ളേർ എന്നോട് പറയും, ഈശോ ചേച്ചീനെ ഒരു പൊടി കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പറയും, മക്കളെ അങ്ങനെയല്ല, ഈശോ നമ്മളെ എല്ലാവരെയും സെയിം ആയിട്ടാണ് സ്നേഹിക്കണം, ഒരുപോലെ സ്നേഹിക്കണം. പക്ഷെ ആ സ്നേഹം നമ്മൾ അനുഭവിക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സാധനം എന്താ അറിയോ, നമ്മൾ ഈശോനെ സ്നേഹിക്കണം. അതാണ് ശരിക്കും നമ്മൾ നമുക്ക് ഈശോയോടുള്ള ആ ഒരു സ്നേഹം വിസിബിൾ ആകുമ്പോൾ ഉണ്ടല്ലോ, ഈശോ നമ്മളെ സ്നേഹിക്കണ എങ്ങനെയാണെന്നും മീൻസ് നമുക്ക് ഈശോ തന്നേക്കണം ബ്ലെസ്സിങ്സ് എല്ലാം വിസിബിൾ ആയിരിക്കും വെച്ചാ അതാ. അപ്പോൾ എനിക്ക് ഈശോയിലോട്ട് വന്നതാണ് നമ്മളെ ഈ ഒരു സ്റ്റാമറിംഗ് ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് മാറിയത്. സത്യം ശരിക്കും പണ്ട് എനിക്ക് എൻ്റെ സ്റ്റാമറിങ് ഞാൻ എപ്പോഴും ബ്ലെയിം ചെയ്യും, വൈ ഈശോയെ ഭയങ്കര സങ്കടം. പക്ഷെ ഇന്ന് എനിക്ക് സ്റ്റാമറിങ് ഒരു ബ്ലെസ്സിംഗ് ആണ്. അപ്പൊ ഞാൻ ചോദിക്കും, ഈശോയെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പോഴും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ അത്യാവശ്യമായ ദൈവമഹത്വത്തിന് വേണ്ടി അത് ചെയ്ത്. മോശയുടെ സ്റ്റാമറിങ് ആ ബലഹീനത എടുത്തിട്ടാണ് അത്രയും വലിയ ലക്ഷങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ചത്. അതുപോലെ എനിക്ക് തോന്നുന്നു ലക്ഷങ്ങളെ കോടികളൊക്കെ നേടാനായിട്ട് ദൈവം അഞ്ജലിയുടെ സ്റ്റാമറിങ് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും ചെറിയൊരു പോരായ്മ പോലും നമുക്ക് എന്താണ്
അത് ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുക അല്ലേ. അപ്പൊ നമ്മൾ ഇത് ബലഹീനതയല്ല, അതെ അതെ ബലഹീനത. അപ്പൊ എനിക്ക് തോന്നുന്നു അഞ്ജലി, എനിക്ക് തോന്നുന്നു നമ്മൾ ആളുകളോടും പറയേണ്ടതാണ്, എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെന്ന് വിചാരിക്കുക, അത് നമ്മൾ അതിൽ ഡെസ്പായി പോകരുത് അല്ലേ. പിന്നെ ഉറപ്പായിട്ടും അത് ഇപ്പൊ ശരിക്കും പിന്നെ എന്നോട് ആക്ച്വലി പല ആൾക്കാരും വന്നിങ്ങനെ ചോദിച്ചേക്കണം എന്ന് പറഞ്ഞാൽ, പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ പിന്നെ ചേച്ചിയുടെ ഈ ഒരു സ്റ്റാമറിങ് ചേച്ചി ആക്ച്വലി ഒളിപ്പിക്കുന്നില്ല. അപ്പൊ ശരിക്കും ഞാൻ പിന്നെ ഇപ്പോൾ അച്ഛൻ പറഞ്ഞൊരു പോയിന്റ് വന്നപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിലൊരു സംഭവമായിട്ട് ഓർമ്മ. നീ പറഞ്ഞൊരു മോശ എന്ന് പറഞ്ഞ കാര്യം, ഞാൻ ശരിക്കും 2012 തോന്നുന്നു നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു ഫിയസ്റ്റ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായേ. അപ്പോൾ ശരിക്കും ആ ഒരു പ്രോഗ്രാമിനെത്തിയ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 2000+ ആണ്. അപ്പോൾ ഇതൊരു റിട്രീറ്റ് ആയിരുന്നു, 5 day. ഈ റിട്രീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഹോസ്റ്റ് ചെയ്ത് നമ്മുടെ ഡാനിയൽ അച്ഛനായിരുന്നേ. അപ്പോൾ ആ ഒരു റിട്രീറ്റിന് ഒരു 50+ പിന്നെ മ്യൂസിക് എന്ന് പറഞ്ഞ പിന്നെ 50+ ആൾക്കാരുടെ ഒരു വലിയൊരു മ്യൂസിക് മിനിസ്ട്രി ഉണ്ടായിരുന്നു. അതിൽ ഒരു 25ഓളം വോക്കൽസ് ഉണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു കേട്ടോ ഞാൻ. ഓക്കെ, അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ സെക്കൻഡ് ഡേ കുർബാന ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഡൊമിനിക് അച്ഛൻ്റെ ദിവ്യകരണ ആരാധന. അപ്പം അച്ഛൻ വരാൻ ഇച്ചിരി ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമ്മളെല്ലാവരും അച്ഛനെ കാത്തിരിക്കുവാണ്. അപ്പോഴത്തേനും നമ്മുടെ അവിടുത്തെ ഒരു ചേട്ടൻ, നമ്മുടെ ബിബിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അഞ്ജലി ഇപ്പോൾ ഒരു ടെസ്റ്റ് മണി പറയാമോ? ഞാൻ പറഞ്ഞ ചേട്ടാ, നമ്മള് എന്താ വെച്ചാൽ കുറച്ച് പിള്ളേരുള്ളതല്ല, ഇത്രയും പിള്ളി ഏകദേശം ഒരു 2000+. അത് നമ്മുടെ അതെ. അപ്പം അച്ഛൻ പറഞ്ഞു, അപ്പം എന്നോട് പിന്നെ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, പിന്നെ കയറി പ്രാർത്ഥിച്ചിട്ട് കയറിക്കോന്ന് പറഞ്ഞു. അന്ന് ശരിക്കും പറഞ്ഞ ഞാൻ എൻ്റെ ടെസ്റ്റ് മണി പറഞ്ഞതിന് ശേഷം ഈ സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്റ്റാമർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ആക്ച്വലി പാട്ട് പാടിയ സമയത്ത് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഞാൻ പാട്ട് പാടുന്നത് എനിക്ക് കേൾക്കുന്നില്ല അച്ഛാ എന്ന് പറഞ്ഞാൽ അത്രത്തോളം കയ്യടിയാണ്. എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ഇങ്ങനെ ഈശോ ശരിക്കും അവിടെ എല്ലാവർക്കും ഭയങ്കര എവിഡൻ്റ് ആയിരുന്നു, ഹീസ് അലൈവ്. ഈശോ ശരിക്കും ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ പിന്നെ പാർട്ടിസിപ്പൻസിനെല്ലാം എവിഡൻ്റ് ആയിരുന്നുള്ള കാര്യം എന്നുള്ളതാണ്. പിന്നെ ശരിക്കും ഈ ഒരു ടെസ്റ്റ് മണിക്ക് ശേഷം പുറത്തിറങ്ങിയ സമയത്ത് ഒരു മോള് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ശരിക്കും അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ചേച്ചിനെ കണ്ടില്ല, കംപ്ലീറ്റ്ലി ഞാൻ കണ്ടത് ഈശോപ്പേനാന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് നമ്മുടെ എല്ലാവരുടെയും കോളെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈശോനെ പ്രഘോഷിക്കുക എന്നുള്ളതാണ് അച്ഛാ. നമ്മുടെ ഇപ്പം ഉറപ്പായിട്ട് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ ഇപ്പം പഠിക്കുക, നമ്മുടെ ഫാമിലി, നമ്മുടെ വിവാഹം, ഇതിപ്പം നമ്മുടെ എല്ലാ കാര്യവും സെക്കൻഡറി. നമ്മുടെ ഏറ്റവും പ്രൈമറി തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യനാണോ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാവരുടെയും അൾട്ടിമേറ്റ് കോളെന്ന് പറഞ്ഞാൽ ഈശോനെ പ്രഘോഷിക്കുക. സ്നേഹമുള്ളവർ, എനിക്കും ഇത് കേട്ടപ്പം വളരെ സന്തോഷവും അതുപോലെ തന്നെ നമുക്കുള്ളിലൊരു വിമർശനവും തോന്നുന്നു. കാരണം സ്റ്റാമറിങ് വെച്ച് അഞ്ജലി ഇത്രമാത്രം ഈശോയെ പ്രഘോഷിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അല്ലേ കർത്താവിനെ കൊടുക്കണം എന്നൊരു ബോധ്യം ഉള്ളിലോട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കണം എത്രമാത്രം കൊടുക്കാൻ പറ്റുന്നത്. അപ്പം അഞ്ജലി പറഞ്ഞു, അഞ്ജലി പാട്ടിലൂടെ അല്ലേ 2000 പേര് ഓഡിയൻസിൽ. അപ്പോൾ അഞ്ജലി നന്നായിട്ട് പാടും, ദൈവം വലിയ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ചിലർക്കൊക്കെ ഇങ്ങനെ പാടുമ്പോഴും ഈ സ്റ്റാമറിങ്ങുള്ളവർക്ക് സ്റ്റാമറിങ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അഞ്ജലിക്ക് ദൈവം അത് മാറ്റി കൊടുത്തു അല്ലേ. പാടുമ്പോൾ ഒരു സ്റ്റാമറിങ് ഇല്ല അല്ലേ, ഒട്ടുമില്ല. അപ്പൊ നമുക്ക് അഞ്ജലിയുടെ ഒരു പാട്ട്, അഞ്ജലിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്, ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് പാടാവോ? കുറെ പാട്ടുകളുണ്ടാവും, പക്ഷെ കുറെ പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ, അപദാ
അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. എനിക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, അന്ന് 2000 പേരുടെ ആ ഫംഗ്ഷന് പാടി പാട്ട് ഓർക്കുന്നുണ്ടോ? ഇതാണോ? എനിക്ക് എനിക്ക് പെട്ടെന്ന് ചോദിക്കണം തോന്നി. അപ്പോ പിന്നെ ഒരു കാര്യം, ശരിക്കും ഞാൻ എപ്പോഴും എൻ്റെ ടെസ്റ്റ് മണി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു ബൈബിൾ വചനമുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം എന്താണ് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് റിലേറ്റ് ആയ ഒരു ബൈബിൾ കോട്ടാം. 1 പത്രോസ് 5-ാം അധ്യായം 6-ാം വാക്യം, ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടെ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടെ ഏൽപ്പിക്കുവിൻ, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ ഇന്ന് എനിക്ക് കിട്ടിയൊരു മെസ്സേജ് വാട്സപ്പിൽ, എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഓർത്ത് ഒരാൾ അയച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റാ പോകുന്ന വഴിക്ക് നമ്മൾ. അപ്പോൾ സ്നേഹമുള്ളവരെ, നമുക്ക് അഞ്ജലി ജീവിതത്തെക്കുറിച്ച് അഞ്ജലി പറഞ്ഞു. അഞ്ജലി ചേച്ചിയുടെ ഒരു പാട്ടോടെ നമുക്ക് കേൾക്കണോ? എനിക്ക് ഒരു പാട്ടോടെ പാടാൻ തോന്നുന്നു. ഒരു പാട്ടോടെ പാടാം. ഒരു പാട്ടോടെ 4 എനിക്ക് അങ്ങനെ പാട്ടിനെ കുറിച്ച് അറിയാം. ഏതെങ്കിലും ഒരു പാട്ട് പഠിക്കും. മനസ്സിലോട്ട് വരുന്ന ഒരു പാട്ടോട് പഠിക്കും. യേശുവേ നിൻ മുൻപിലിതാ കുമ്പിടുന്നു ഞാൻ, എന്നേകുന്നു ചോരയിൽ നീ മുങ്ങുമ്പോഴും എന്നെ ഓർത്തല്ലോ, എൻ ജീവൻ കാത്തല്ലോ. ആരാധിച്ചിന്നു ഞാൻ ആത്മാവിൽ ധീരയായി, ആകാശം താഴെ വീണാലും നാഥ താണു പോവിൻ എൻ മനം, ആകാശം താഴെ വീണാലും നാഥ താണു പോവിൻ എൻ മനം. അതെ, ഈശോയുടെ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനം താണു പോകില്ല അല്ലേ? കർത്താവിനെ ആശ്രയിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും പ്രതിസന്ധികളും, ഇപ്പം ഞാൻ കാണുന്നവർക്കൊക്കെ ചിലപ്പം പല ബലഹീനതകളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഈശോയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ അങ്ങ് മാറ്റി വെക്കും. പിന്നെ നമ്മുടെ ബലഹീനതകൾ പോലും കർത്താവിനെ പ്രഘോഷിക്കാനുള്ള വേദിയായിട്ട് നമ്മൾ മാറ്റും. അതാണ് അഞ്ജലിയുടെ ജീവിതം നമ്മൾ കേട്ടതിൽ നമ്മൾ എല്ലാവരും മനസ്സിലായത്. അപ്പോൾ സ്നേഹമുള്ളവരെ, അഞ്ജലിക്ക് എല്ലാവരും ആശംസകളും നേരുന്നു. പക്ഷേ ഇത് അവസാനിക്കുന്നതിന് മുമ്പ് അഞ്ജലി നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. പെട്ടെന്ന് ഒരു പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിക്കും. ഈശോയെ, ഞങ്ങളെല്ലാവരും പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. അപ്പം ഈശോയെ, നിൻ്റെ ഒരു സ്നേഹം ഞങ്ങൾ അനുഭവിക്കുമ്പോൾ ഉണ്ടല്ലോ, അപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ആനന്ദം, എൻ്റെ ഈശോയെ, അത് ഈ ലോകത്ത് വേറെ എവിടെ പോയാലും എന്ത് ചെയ്താലും ആരെ കണ്ടാലും ആരോട് സംസാരിച്ചാലും ഒന്നും കിട്ടില്ല. അപ്പം നിന്നോട് കൂടെ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേനും ഈശോയെ കിട്ടുന്ന ഈ ഒരു ആനന്ദത്തിനെ ഓർത്തപ്പം ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, അപ്പം അവരുടെ ഫാമിലീസിനെയും അവരുടെ ചിന്തകളെയും പ്രവൃത്തിനെയും ഈശോയെ, അവരെ ഏതെങ്കിലും സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈശോയെ അതെല്ലാം നീ തൊടണമേ എൻ്റെ ഈശോയെ. ഈശോയെ, നിന്നെ സ്നേഹിക്കുമ്പോൾ, അപ്പം നിന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഞങ്ങളുടെ ജീവിതത്തിലുള്ള കുട്ടി കുട്ടി സങ്കടങ്ങളും അല്ലെങ്കിൽ ബലഹീനതകളും ഒന്നും അപ്പം അതൊന്നും ഒരു കുറവുകൾ അല്ല. അപ്പം നിന്നെ സ്നേഹിക്കുമ്പോഴത്തേനും എല്ലാ കുറവുകളും നിറവുകളായിട്ട് മാറും എൻ്റെ അപ്പം. ഈശോയെ, നീ എപ്പോഴും കഴിവുള്ളവരേക്കാൾ കൃപയുള്ളവരാണല്ലോ അപ്പം നീ എപ്പോഴും ഉയർത്തുന്നത്. ഈശോയെ, എല്ലാവരെയും, ഈ ഒരു ലോകം മുഴുവനെയും അപ്പം അങ്ങയുടെ ആ ഒരു കരങ്ങളിലേക്ക്, അങ്ങയുടെ സംരക്ഷണത്തിൽ സമർപ്പിച്ചുകൊണ്ട് എനിക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റവും സ്നേഹത്തോടുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോടും ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ രക്ഷിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, അപ്പോൾ
അഞ്ജലിക്ക് ഒത്തിരി നന്ദി പറയുന്നു. ദൈവം എല്ലാ ദിവസവും ഉപയോഗിക്കുമല്ലോ നമ്മളല്ലേ. നമുക്ക് യൂസ് മീ എന്നല്ല പ്രാർത്ഥന. അപ്പം ദൈവം ഇങ്ങനെ യൂസ് മീ ലോർഡ് പ്രാർത്ഥനയാണ്. അപ്പോൾ ദൈവം ഇനിയും ഉപയോഗിക്കട്ടെ, ദൈവം ഇനിയും വളർത്തട്ടെ. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ ദൈവം വലിയൊരു പങ്കാളി നൽകുന്നുണ്ട്, ഇനിയും നൽകട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നവർ നിങ്ങൾ അഞ്ജലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്ന, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹമുള്ള, ദൈവത്തിന് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പൂർണ്ണമായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത്രയും നേരം ഇപ്പം പെട്ടെന്ന് പോയി കേട്ടോ, പെട്ടെന്ന് പോയി. നമ്മൾ സമയം എടുക്കുമെന്ന് പറഞ്ഞു, പെട്ടെന്ന് പോയി. പക്ഷേ ഈശോ ആണല്ലോ ചെയ്തത്, മനുഷ്യനല്ലല്ലോ. അതെ. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.